friends, welcome back to my channel. കുറേ നാളായി ഇങ്ങനെ ഇരുന്നിട്ട് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചിറ്റ് ചാറ്റ് ആൻഡ് ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ ഞാൻ ഇന്ന് ചിറ്റ് ചാറ്റ് എന്ന് പറയുന്നത് ജനറൽ ആയിട്ട് ഞാൻ US നിന്ന് വാങ്ങിച്ച കുറച്ച് പ്രോഡക്ട്സ് കാണിച്ചിട്ട് അത് വെച്ചിട്ട് മേക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാ പ്രോഡക്ട്സും ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള മറ്റു പ്രോഡക്ട്സ് കൂടെ യൂസ് ചെയ്യും. എല്ലാം US നിന്ന് വാങ്ങിച്ച പ്രോഡക്ട്സ് മാത്രമല്ല, കാരണം ഞാൻ ഒരുപാട് പ്രോഡക്ട്സ് അങ്ങനെ കാറ്റഗറി വൈസ് വാങ്ങിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് കാണിക്കും, അതേപോലെ ഞാനിടുന്ന ഷൂസ്, ബാഗ് എല്ലാം തന്നെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ കാണാൻ ഇഷ്ടമാണെങ്കിൽ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ആദ്യം തന്നെ ഞാൻ ഇട്ടേക്കുന്ന നെയിൽ പോളിഷ് കാണിക്കാം. ഇത് ഞാൻ US നിന്ന് വാങ്ങിച്ചാണ്. കാണാമോ, സാലി ഹാൻസിന്റെ ഈ ഒരു ഇൻസ്റ്റാ ഡ്രൈ എന്ന് പറയുന്ന നെയിൽ പോളിഷ് ആണ്. ഇതിന്റെ ഷെയ്ഡ് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല, ബട്ട് ഇങ്ങനത്തെ ഒരു ഷെയ്ഡാണ്, ഒരു ന്യൂഡ് പിങ്ക് ഷെയ്ഡാണ്. നല്ല ഭംഗിയാണ് കാണാൻ. ഇൻസ്റ്റന്റ് ആയിട്ട് ഇത് ഡ്രൈ ആവും. മാത്രമല്ല ഇതിടുമ്പോഴത്തേനും എനിക്ക് പണ്ട് സ്കൂൾ സമയത്തൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്ന നെയിൽ പോളിഷിന്റെ ഒരു ഫീലാണ് കിട്ടുന്നത്. ഇപ്പോഴത്തെ നെയിൽ പോളിഷ് കുറച്ചുകൂടെയൊക്കെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്, പക്ഷെ ഇത് ആ നൊസ്റ്റാൾജിക് ഫീലിംഗ് തരുന്ന ഒരു നെയിൽ പോളിഷാണ്. മാത്രമല്ല ഇതിന്റെ ടെക്സ്ചർ, ഇതിന്റെ ലോഞ്ചിറ്റിവിറ്റി ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സാലി ഹാൻസൺ ഇന്ത്യയിലും അവൈലബിൾ ആണ്, പക്ഷെ ഇത് ഞാൻ ടാർഗറ്റിൽ കണ്ടപ്പോൾ ഒരു ഇമ്പൾസ് അട്രാക്ഷൻ തോന്നിയിട്ട് വാങ്ങിച്ചാണ്. മാത്രമല്ല ഇത് അപ്ലൈ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഇതിന്റെ ബ്രിസിൽസ് ആണെങ്കിലും നല്ലതാണ്, പിടിക്കാൻ നല്ല ഗ്രിപ്പ് കിട്ടുന്നുണ്ട്, അതേപോലെ സ്മൂത്ത് ആപ്ലിക്കേഷൻ ആണ്. എല്ലാം കൊണ്ടും എനിക്ക് ഈ ഒരു റേഞ്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതിൻ്റെ അകത്ത് ഞാൻ വേറെയും ഷെയ്ഡ്സ് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് കൂടുതൽ ഞാൻ ന്യൂട്രൽ ഷെയ്ഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ന്യൂട്രൽ ഷെയ്ഡ്സ് അധികം കളക്ഷൻ കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഒരുപാട് ഷെയ്ഡ്സ് ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ SCയുടെയും പിന്നെ വേറെ എനിക്ക് തോന്നുന്നു സാലി ഹാൻസിന്റെ തന്നെയാണെന്ന് തോന്നുന്നു വേറൊരു ഷെയ്ഡ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പൊ SCയുടെ ഈ ഒരു ഷെയ്ഡാണ്, ഒരുമാതിരി ഒരു ലാവൻഡർ ഷെയ്ഡ് എന്ന് പറയാം, പിങ്കി ലാവൻഡർ ഷെയ്ഡാണ്. പിന്നെ സാലി ഹാൻസിന്റെ തന്നെ ഒരു ജെൽ നെയിൽ പെയിന്റ് ആണ്. ഇങ്ങനെ ഒരു ഡിയോക്രോം ഷെയ്ഡാണ്, ഒരു പീച്ച് ആൻഡ് ബ്ലൂ മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വേറെ ഒരുപാട് ന്യൂട്രൽ ഷെയ്ഡ്സ് ഒന്നും എനിക്ക് കിട്ടിയില്ല. ഒരെണ്ണം കൂടെ ഞാൻ വാങ്ങിച്ചായിരുന്നു SCയുടെ, അത് ചിഹ്നം എടുത്തോണ്ട് പോയി. അത് ഭയങ്കര പെയിൽ ആയിട്ടുള്ളൊരു പീച്ച് ഷെയ്ഡാണ്. അത് എനിക്ക് തോന്നുന്നു എനിക്ക് സൂട്ടബിളും ആവത്തില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഈ 3 ഷെയ്ഡ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതുവരെ ഈ ഫസ്റ്റ് കാണിച്ച ഷെയ്ഡ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇത് നമുക്ക് വേറെ ഷോർട്സിലോ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും നമുക്കിനി മേക്കപ്പിലോട്ട് കിടക്കാം. അപ്പോൾ അവിടുന്ന് വാങ്ങിച്ച തന്നെ ലിപ് ബാം ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇന്നെല്ലാം അമേരിക്കൻ പ്രോഡക്ട്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇന്ത്യൻ പ്രോഡക്ട്സ് ഒക്കെ നമുക്ക് വേറെ വീഡിയോസിൽ കാണിക്കാം. ഇത് ബേർഡ്സ് ബീസിന്റെ എന്താണ് ബീസ് വാക്സ് ലിപ് ബാം ആണ്. വനീല ബീൻ എന്ന് പറയുന്ന ഒരു ഫ്ലേവറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വേറെ ഒരു ഫ്ലേവറും കൂടെ ഞാൻ വാങ്ങിച്ചു, അത് ഞാൻ ആർക്കോ ഗിഫ്റ്റ് ചെയ്തായിരുന്നു. അപ്പൊ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ സൈസ് ഭയങ്കര കുറവാണ്. $5 ഞാൻ വാങ്ങിച്ചത്. നോൺ സ്റ്റിക്കി ഫോർമുലയാണ്. അതേപോലെ ആ വനീലയുടെ ആ ഒരു ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പെർഫ്യൂം ആണെങ്കിലും ലിപ് ബാം ആണെങ്കിലും വനീല ഫ്ലേവർ ആണ് കൂടുതൽ ഇഷ്ടം. മോയ്സ്ചറൈസർ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് വിൽവയുടെ ഈ ഒരു അൾട്രാ മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഇത് കുറച്ച് നാളായിട്ട് ഞാൻ ഇപ്പൊ യൂസ് ചെയ്യാണ്. ഞാനിത് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത്. എനിക്ക് വിൽവ US ഉണ്ടോന്ന് അറിയത്തില്ല. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഡ്രൈ സ്കിന്നിന് അടിപൊളിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇത് ഓയിലി സ്കിന്നിന് പറ്റിയൊരു മോയ്സ്ചറൈസർ ആണെന്ന്. കാരണം ഇത് നല്ല തിക്കാണ്, അതുകൊണ്ട് തന്നെ കുറേ നേരം ലാസ്റ്റ് ചെയ്യും. പക്ഷെ നല്ല തിക്കായതുകൊണ്ട് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. ബട്ട് ഇത് സ്റ്റിക്കി അല്ല, നോൺ ഗ്രീസി ആണ്, അതൊക്കെ ഉണ്ട്. പക്ഷെ കുറച്ച് തിക്കായിട്ട് നമുക്ക് തന്നെ തോന്നും അപ്ലൈ ചെയ്യുമ്പോൾ. സൺസ്ക്രീൻ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഡോക്ടർ ഷേത്തിന്റെ ഈ ഒരു ഹൽദി ആൻഡ് ഹൈറലോണിക് ആസിഡ് സൺസ്ക്രീൻ ആണ്. ഇത് അത്യാവശ്യം മോയ്സ്ചറൈസിങ് കൂടെയാണ്, അപ്പോൾ ഒരു എക്സ്ട്രാ ഹൈഡ്രേഷൻ കൊടുക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ഇത് ഒട്ടും വൈറ്റ് കാസ്റ്റ് കൊടുക്കില്ല, നോൺ ഗ്രീസി ആണ്. അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സംടൈംസ് ഭയങ്കര ചൂടുള്ള സമയത്ത് നമുക്ക് മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്തിട്ട് ഇത് അപ്ലൈ ചെയ്യാതാലും കുഴപ്പമൊന്നുമില്ല. ലാവിഷ് ആയിട്ട് തന്നെ ഇടാം, ഡേ ടൈം ആയതുകൊണ്ട്. അപ്പൊ ഞാൻ പ്രത്യേകിച്ച് പ്രൈമർ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. പ്രൈമറിന് പകരം ഞാൻ അപ്ലൈ ചെയ്തത് ലോറിയലിന്റെ ഈ ഒരു വൈറൽ പ്രോഡക്റ്റ് ആണ്. ഇത് ഞാൻ വാങ്ങിക്കണമെന്ന് വിചാരിച്ച് അന്വേഷിച്ച് പോയി വാങ്ങിച്ചാണ്. ലോറിയൽ ട്രൂ മാച്ച് ലൂമി ഗ്ലോഷൻ എന്നാണ് ഇതിന്റെ പേര്. ഇതിന്റെ ഷെയ്ഡ് നമ്പർ 3 ആണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഞാൻ ഇന്റർനെറ്റിലൊക്കെ നോക്കിയപ്പോഴത്തേനും ഈ ഷെയ്ഡ് നമ്പർ 3 ആണ് എൻ്റെ സ്കിൻ ടോണിന് മാച്ച് ആയിട്ട് എനിക്ക് തോന്നിയത്. പക്ഷെ ഇത് കുറച്ച് ഡാർക്ക് ആണോ എന്ന് എനിക്കൊരു സംശയം തോന്നുന്നുണ്ട്. അതേപോലെ ലോറിയൽ ട്രൂ മാച്ച് ഫൗണ്ടേഷൻ അത് വേണമെന്ന് വിചാരിച്ചു. ഇവിടെ നമുക്ക് ഷെയ്ഡ്സ് ഭയങ്കര കുറവാണ്. അതുകൊണ്ട് അവിടെ പോയപ്പോൾ W4 ആണ് എൻ്റെ ഷെയ്ഡ് കറക്റ്റായിട്ട് എനിക്ക് ഇന്റർനെറ്റിൽ ഫൗണ്ടേഷനിലാണെന്ന് തോന്നി ഞാൻ നോക്കിയത്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് W4 ആണ് മനസ്സിലായത്. പക്ഷെ ഇത് വാങ്ങിച്ചപ്പോൾ ഇത് കുറച്ച് ലൈറ്റ് ആയിപ്പോയി. എനിക്ക് തോന്നുന്നത് ഞാൻ US വെച്ച് അപ്ലൈ ചെയ്തപ്പോഴത്തേനും ഇത് മാച്ച് ആയിരുന്നു. എനിക്ക് ഇവിടെ വന്നിട്ട് ടാൻ ആയിട്ടാണോ എന്ന് അറിയില്ല. എന്തായാലും W4 ഇങ്ങനെയാണ് വരുന്നത്. ഇത് കുറച്ച് ലൈറ്റ് ആണെന്ന് എനിക്ക് തോന്നി. ഇതെങ്ങനെയാണ് ഞാൻ കാണിക്കുക. ഇത് ശരിക്കും ഒരു സ്ട്രോബിംഗ് ക്രീം പോലെയാണ്.
ഗ്ലോഷൻ എന്നാണ് എൻ്റെ പേര്. അപ്പോൾ ഗ്ലോ പ്ലസ് ലോഷൻ എന്നുള്ളതായിരിക്കും. ഈ പ്രോഡക്റ്റ് ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ, ഒരു ഗ്ലോ നമ്മുടെ സ്കിന്നിന് കൊടുക്കും. അപ്പം ഫസ്റ്റ് ഞാൻ ഇത് അപ്ലൈ ചെയ്തിട്ട് ഇതിന്റെ പുറത്താണ് ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇത് ഭയങ്കരമായിട്ടുള്ള ഗ്ലോ ഒന്നും കൊടുക്കുന്നില്ല. എനിക്ക് തോന്നിയത് മാക് സ്ട്രോബിംഗ് ക്രീമിന് കുറച്ചുകൂടി ഇലുമിനേറ്റിംഗ് ഇതുണ്ട്. അതേപോലെ തന്നെയാണ് ലാക്മേയുടെ. ഇത് ഭയങ്കര സട്ടിലാണ്. എന്തായാലും ഒരു നിങ്ങളുടെ സ്കിന്ന് നല്ല സ്കിന്നാണ്, പാടുകളൊന്നുമില്ല, പിഗ്മെന്റേഷൻ ഒന്നും ഇല്ലെങ്കിൽ ഫൗണ്ടേഷൻ സ്കിപ്പ് ചെയ്തിട്ട് ഇത് ഇടുകയും ചെയ്യാം. അപ്പം കുറച്ചൊരു നല്ല ഹെൽത്തി ലുക്കിംഗ് ആയിട്ടുള്ളൊരു ഗ്ലോ കിട്ടും. അത്ര ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ തോന്നുന്നു. അപ്പോൾ ചെറിയൊരു ഗ്ലോ ഉണ്ട്. പക്ഷെ സ്ട്രോബിംഗ് ക്രീമിന്റെ അത്രയോ അല്ലെങ്കിൽ ലൂമി ക്രീമിന്റെ അത്രയോ ഒന്നും ഇത് അത്ര ഇലുമിനേറ്റിംഗ് പ്രോപ്പർട്ടി ഇതിനില്ല. ബട്ട് ഇത് തനിയെ അപ്ലൈ ചെയ്താലും നല്ലതാണ്. ഒരുപാട് ഇങ്ങനെ നമ്മൾ വേർക്കുമ്പോൾ പോലും ഭയങ്കരമായിട്ട് അത് ഓയിലി ആയിട്ട് തോന്നത്തില്ല. അപ്പൊ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഞാൻ എൽഫിന്റെ ഈ ഒരു അണ്ടർ ഐ പട്ടി കളർ കറക്റ്റിംഗ് ഐസ് ബ്രൈറ്റ്നർ, ഇതാണ് സാധനം. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ഞാൻ കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ് എടുത്തതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഷെയ്ഡ് ഡാർക്കർ ആണെങ്കിലാണ് എനിക്കിത് കറക്റ്റ് ആയിട്ട് മാച്ച് ആവുന്നത്. എന്തുകൊണ്ടെന്ന് അറിയില്ല, ഞാൻ എടുത്ത ബേസ് പ്രോഡക്റ്റ് എല്ലാം പാളിപ്പോയതായിട്ട് എനിക്ക് തോന്നുന്നു. ടെക്സ്ചർ സാധാരണ പോലെ ക്രീമി അല്ല. ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്തപ്പോൾ എനിക്കിത് കുറച്ച് കൂടുതലായിട്ട് അപ്ലൈ ആവുന്ന പോലെ തോന്നി. അതുകൊണ്ട് കൈ വെച്ച് കുറച്ച് കൺട്രോൾ ചെയ്ത് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നിയത് ഈ അണ്ടർ ഐസിൽ ഇത് കുറച്ച് ഹൈലൈറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പൊ ആ കുഴി ഒന്നുകൂടെ എടുത്തു കാണിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും വാങ്ങിച്ച സ്ഥിതിക്ക് യൂസ് ചെയ്യാം. ഇതിനൊക്കെ എനിക്ക് തോന്നുന്നു $10 താഴെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ കൂടുതലും അങ്ങനത്തെ പ്രോഡക്ട്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഇത് കിട്ടുമായിരിക്കും, എൽഫ് ഇവിടെ ഉണ്ടല്ലോ. പക്ഷെ എൽഫിന് ഇവിടെ ഭയങ്കര വിലയാണ് കമ്പയർഡ് ടു US. വലുതായിട്ട് ഇത് അണ്ടർ ഐ കറക്റ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി ഷെയ്ഡിന്റെ പ്രശ്നമാണോ എന്നറിയില്ല, അതോ ഇത് ഇങ്ങനെ തന്നെയാണോ എന്നും അറിയില്ല. പക്ഷെ എനിക്ക് ഈ പ്രോഡക്റ്റ് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ ഒരേ ഒരു കൺസീലറാണ് അവിടുന്ന് വാങ്ങിച്ചത്. അത് ഞാൻ അവിടെ മറന്നു വെച്ചിട്ട് വന്നു. ഇനി അഭിനവ് അവിടുന്ന് വരുമ്പോഴേ എനിക്കത് കിട്ടുള്ളൂ. റെവലോണിന്റെ ഒരു കളർ സ്റ്റേഡ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള സെഫോറയുടെ ബെസ്റ്റ് സ്കിൻ എവർ എന്ന് പറയുന്ന ഈ ഒരു കൺസീലറാണ് ഇന്ന് യൂസ് ചെയ്യുന്നത്. ചെറുതായിട്ട് നമുക്ക് അണ്ടർ ഐസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കാരണം കളർ കറക്റ്റ് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഇതും ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത്. കുറച്ച് കൂടുതൽ ഓറഞ്ചി ആയിട്ട് തോന്നി ഈ ഒരു ഷെയ്ഡ്. കുഴപ്പമില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അണ്ടർ ഐസ് ഒരുമാതിരി ഇരിക്കുന്നില്ല, എനിക്കൊരു ഗ്രേയിഷ് ടോൺ വന്നതുപോലെ തോന്നുന്നു. എനിക്ക് വലിയ സാറ്റിസ്ഫാക്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല ഈ രണ്ട് പ്രോഡക്ട്സ്. ഇനി നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. അതും കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ പൂർത്തിയാവും. ഞാൻ വളരെ കുറച്ച് എടുക്കുന്നുള്ളൂ. കാരണം ഒരുപാട് ഇടുകയാണെങ്കിൽ ഇത് മാസ്ക് പോലെ തോന്നും. കാരണം ഷെയ്ഡ് മാച്ച് ആവാത്തതുകൊണ്ടേ. നെറ്റിയിൽ ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നില്ല. കാരണം കറക്റ്റ് കളർ മാച്ച് അല്ലെങ്കിൽ ഒരുമാതിരി ഒരു ഗ്രേ ടോൺ ആണ് നെറ്റിയിൽ വരുന്നത്. കാരണം നെറ്റിയിൽ കൂടുതൽ നമ്മൾ ടാൻഡ് ആവും. അപ്പം ചിലപ്പോഴൊക്കെ ഞാൻ ഓർക്കാതെ അപ്ലൈ ചെയ്യും നെറ്റിയിലും കൂടെ ഫൗണ്ടേഷൻ. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബ്രഷിൽ ബാക്കിയിരിക്കുന്ന പ്രോഡക്റ്റ് നെറ്റിയിൽ അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു പിഗ്മെന്റേഷൻ എടുത്തു കാണിക്കും. എങ്ങനെയുണ്ട്? നല്ല വൈറ്റ് വാഷ് അടിച്ച പോലെ തോന്നുന്നു എനിക്ക്. ചിലപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ സെറ്റിൽ ആവും തോന്നുന്നു. ഇട്ട ഉടനെ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ തോന്നുന്നത്. ബട്ട് പക്ഷെ അണ്ടർ ടോൺ എന്തോ ഒരു മിസ്മാച്ച് ഉണ്ട്. പക്ഷെ ഞാൻ ഇത് ഭയങ്കര ആഗ്രഹത്തിൽ വാങ്ങിച്ചൊരു ഫൗണ്ടേഷനാണ്. അതുകൊണ്ട് ഇത് പാളിപ്പോയത് എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഇത് ഭയങ്കര തിൻ കൺസിസ്റ്റൻസിയാണ്. ഇത് ഞാൻ വേറൊരു വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്, ഗെറ്റ് റെഡി വിത്ത് മീ ഇൻ USA. ആ വീഡിയോയിൽ ഞാൻ ഇത് കാണിച്ചിട്ടുണ്ട്. ഭയങ്കര റണ്ണി കൺസിസ്റ്റൻസിയാണ്, വെള്ളം പോലത്തെ ഫൗണ്ടേഷനാണ്. അതുകൊണ്ട് നമുക്ക് ഡെയിലി വെയറിന് പറ്റിയൊരു പ്രോഡക്റ്റ് ആണ്. പക്ഷെ ഷെയ്ഡ് മാച്ച് കിട്ടണം, അതാണ് ഒരു പ്രശ്നം. ഞാൻ അവിടുത്തെ സെഫോറയിൽ പോയപ്പോഴത്തേനും എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. ഞാൻ നേരത്തെ എന്ത് വാങ്ങിക്കണമെന്ന് വിചാരിക്കാതെയാണ് പോയത്. ആകെ ഒരു പ്രോഡക്റ്റ് മാത്രമേ എൻ്റെ തലയിലുണ്ടായിരുന്നുള്ളൂ. ഷാർലറ്റ് ടിൽബറിയുടെ എയർ ബ്രഷ് ഫ്ലോലെസ് ഫിനിഷ് കോംപ്ലക്ഷൻ പെർഫെക്റ്റിംഗ് മൈക്രോ പൗഡർ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ കിട്ടും. പക്ഷെ സെഫോറയിലൊക്കെ പോകുമ്പോഴത്തേനും അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും കൗണ്ടറിൽ പോകുമ്പോൾ മിനി വേർഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നൈക്കയിൽ ഞാൻ കണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഷെയ്ഡ് ഏതാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ട് ഞാൻ സ്റ്റോറിൽ പോയി വാങ്ങിക്കാമെന്ന് വിചാരിച്ചാൽ അവിടുത്തെ സെഫോറയിൽ പോയിട്ട് ഞാൻ ഇതാണ് വാങ്ങിച്ചത്. കാരണം ഇതിൻ്റെ മിനി തന്നെ $28 ആണ്. $28 × 83 എത്രയാണെന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. ഇതിൻ്റെ സൈസ് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഒരു കുഞ്ഞ് ബോക്സിലാണ് വരുന്നത്. ഇനി ഇത് തുറക്കുമ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. 83 × 28 ഇത്രയാണ്. അതാണ് ഈ പ്രോഡക്റ്റ്. അതും ഇത് തുറന്നു കഴിയുമ്പം ഇതിൻ്റെ അകത്തെ പ്രോഡക്റ്റ് ഇതിലും ചെറുത്. ഇത്രയും ഉള്ളൊരു ഐ ഷാഡോയുടെ അത്രേ ഉള്ളൂ. പക്ഷേ അടിപൊളി പ്രോഡക്റ്റ് ആണ്.
ഈ ഒരു ഫൗണ്ടേഷൻ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എൻ്റെ കോംപ്ലക്ഷൻ കുറച്ചുകൂടെ ബെറ്റർ ആയതായിട്ട് എനിക്ക് തോന്നും. കാരണം ഈ ഒരു ഷെയ്ഡ് എനിക്ക് കറക്റ്റ് മാച്ച് ആണ്. ഷെയ്ഡ് നമ്പർ 3 ആണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇത് ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചിട്ടാണ് എൻ്റെ ഷെയ്ഡ് എടുത്തത്. ഇതിന് നല്ല ഓറഞ്ച് ഒരു ടോണാണ്. കാരണം എൻ്റെ സ്കിൻ എന്ന് പറയുന്നത് കുറച്ച് യെല്ലോ അണ്ടർടോൺ ഉള്ളതാണ്. അതുകൊണ്ട് അവർ ഷെയ്ഡ് നമ്പർ 3 ആണ് എനിക്ക് സജസ്റ്റ് ചെയ്തത്. കുറച്ച് ബ്രൈറ്റൻ അപ്പ് ആവണമെങ്കിൽ ഷെയ്ഡ് നമ്പർ 2 എടുക്കാൻ പറഞ്ഞു. പക്ഷേ എനിക്കിനിയും ബ്രൈറ്റൻ അപ്പ് ആവാൻ വയ്യ. ഓൾറെഡി മാസ്ക് ഇട്ട പോലെ തോന്നുന്നുണ്ട്. അപ്പം ഈ ഒരു ഷെയ്ഡ് എനിക്ക് തോന്നുന്നു അത്യാവശ്യമൊക്കെ എൻ്റെ സ്കിൻ ടോണിന് മാച്ചാന്ന് തോന്നുന്നു. പക്ഷേ ഈ കൺസീലറും കറക്റ്ററും ശരിയാവാത്തത് കൊണ്ട് തന്നെ കൺസീലർ പിന്നെ കുഴപ്പമില്ല. ആ കറക്റ്റ് ഇട്ടപ്പോൾ ഒരു ഗ്രേ ടോൺ ആയിപ്പോയി അണ്ടർ ഐസിൽ. എന്തായാലും ഡെയിലി വെയർ മേക്കപ്പിന് ഇതൊക്കെ മതി. ഐബ്രോസ് സെറ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ കയ്യിൽ 2 പ്രോഡക്റ്റ് ആണുള്ളത്. അവിടെ ചെന്നിട്ട് ഞാൻ ബെനിഫിറ്റിന്റെ പ്രിസൈസ്ലി ഐബ്രോ പെൻസിൽ വാങ്ങിച്ചത്. എന്തിനാണെന്ന് എനിക്കറിയില്ല. കാരണം ബെനിഫിറ്റ് ചെന്നൈയിൽ അവൈലബിൾ ആണ്. ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ്. ഞാൻ എന്തിനാണ് US പോയി വാങ്ങിച്ചതെന്ന് എനിക്കറിയില്ല. പെട്ടെന്നുള്ള വെപ്രാളത്തിൽ വാങ്ങിച്ചാണ് ശരിക്കും പറഞ്ഞാൽ. ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഭയങ്കര ആനയെ അമ്പാരിയൊക്കെ വെച്ചിട്ടാണ് ഈ പ്രോഡക്റ്റ് വരുന്നത്. ഉണ്ടോ ഇതിന്റെ ഷേപ്പ് ഉണ്ടോ? കൊടുക്കുന്ന വിലയ്ക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നു ഈ ഒരു പാക്കേജിങ്. കാരണം ഇതും എനിക്ക് തോന്നുന്നു $26 അങ്ങനെ കണ്ടായിരുന്നു ഇതിന്റെ വില. എന്തായാലും ഇത് നമുക്ക് വേറൊരു അവസരത്തിലേക്ക് വെക്കാം. കാരണം എൻ്റെ കയ്യിൽ ഒരു അടിപൊളി ഐബ്രോ പെൻസിലുണ്ട്. കവർ ഗേളിന്റെ ഐബ്രോ പെൻസിലാണ്. എൻ്റെ പേരെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ഡാർക്ക് ബ്രൗൺ ആണ് ഞാൻ എടുത്തത്. ഇത് നമ്മുടെ സാധാരണ ഒരു ഐബ്രോ പെൻസിലാണ്. വളരെ ഹമ്പിൾ ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള സ്പൂളിയൊക്കെ വരുന്നൊരു മൈക്രോ ടിപ്പ് പെൻസിലാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളി പ്രോഡക്റ്റ്. ഇതിന്റെ ഒരുപാട് നല്ല റിവ്യൂസ് കണ്ടിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു പ്രോഡക്റ്റ്. ഇത് ഇവിടെ കിട്ടില്ല കേട്ടോ. കവർ ഗേൾ നല്ല ബ്രാൻഡാണ്. പക്ഷെ ഇന്ത്യയിൽ അവൈലബിൾ അല്ല. അത് ആമസോണിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ നോക്കിയാൽ ഇതിന്റെ 4 ഇരട്ടി വിലയിലാണ് ഇത് കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ US അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രി പോവാണെങ്കിൽ കവർ ഗേൾ കിട്ടുകയാണെങ്കിൽ ചെക്ക് ചെയ്യുക. നല്ല ബ്രാൻഡ്, നല്ല പ്രോഡക്ട്സ് ഉണ്ട്. അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഐബ്രോസ് ശരിക്കും ഫില്ല് ചെയ്യാനൊന്നും അറിയില്ല. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ 2 ഐബ്രോസിന് 2 ഷേപ്പാണ്, 2 ലൊക്കേഷനാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു പ്രശ്നമുണ്ട്. ഒരു അലൈൻമെന്റ് പോലെ. ഇത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണ്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്നേ ഉള്ളൂ. 3 ഐ ഷാഡോ പ്രോഡക്ട്സ് ആണ് എൻ്റെ കയ്യിലുള്ളത്. ഒന്ന് ഒരു സിംഗിൾ 17 പോയിന്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ്. ഇത് ഞാൻ അബുദാബി എയർപോർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതിൻ്റെ ഒരു ഷെയ്ഡ് വന്നിട്ട്, ഷെയ്ഡിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അയ്യോ, ഇങ്ങനെയാണ് ഇത് വരുന്നത്. അടിപൊളി ഷെയ്ഡാണ്. ഞാൻ സ്വാച്ച് ചെയ്ത് കാണിക്കുക. ഇതിന് അധികം വിലയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇതൊരു കാണാമോ, നല്ല ഷെയ്ഡാണ്. ഒരു മോവി എന്താണ്, ഒരു നല്ല ഷെയ്ഡ്. എനിക്കിത് ടോപ്പ് എന്നാണെന്ന് തോന്നുന്നു ഇതിന് പറയുന്നത്. ടോപ്പി ബ്രൗൺ കാണാമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അടിപൊളി ഷെയ്ഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ക്രീമി, വളരെ സട്ടിലായിട്ടുള്ളൊരു ഷെയ്ഡ്. അത് കഴിഞ്ഞിട്ട് ഞാൻ മോർഫിയുടെ ഒരു 5 കളർ ഐ ഷാഡോ പാലറ്റ് ആണ് വാങ്ങിച്ചത്. ഈ ഒരു വേർഷന്റെ പേര് എന്താണെന്ന് ഒരു പിടിയില്ലല്ലോ. ന്യൂയോർക്ക് മിനിറ്റ് എന്നാണ് തോന്നുന്നു എൻ്റെ പേര്. ഇങ്ങനെയാണ് പാക്കേജിങ് വരുന്നത്. $7 ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം വാങ്ങിച്ചാണ്. അടിപൊളിയാണ്. ഇതും അടിപൊളിയാണ്. ഇതിന്റെ പാക്കേജിങ് $7 എന്ന് പറഞ്ഞാൽ അടിപൊളി പാക്കേജിങ്. ഇങ്ങനെയാണ് ഇത് വരുന്നത്. എന്നിട്ട് ഇത് തുറന്നു കഴിയുമ്പോഴത്തേനും നല്ലൊരു ന്യൂട്രൽ പാലറ്റ് ആണ്. കൂൾ ടോൺഡ് ആയിട്ടുള്ള ഐ ഷാഡോസ് ആണ്. ഇതും അടിപൊളി എന്താണ് പിഗ്മെന്റേഷൻ ആണ്. ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഇത് ലൈറ്റിംഗ് വരുമ്പോൾ കുറച്ച് മങ്ങിയാണ് കാണുന്നത്. പക്ഷെ ശരിക്കും ഇൻ റിയൽ നോക്കുകയാണെങ്കിൽ അടിപൊളി പിഗ്മെന്റേഷൻ ആണ് ഇതിൻ്റെ. $7 ഇത് ശരിക്കും വർത്ത് ആണ്. ഹൈ എൻഡ് ഫീൽ കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അതിനുശേഷം ഞാൻ എസെൻസിന്റെ ഒരു ഐ ഷാഡോ പാലറ്റ് ആണ് വാങ്ങിച്ചത്. ഇതിൻ്റെ അകത്ത് മിറർ വരുന്നുണ്ട്. വെറും $3 ഞാൻ വാങ്ങിച്ചത്. $3 എന്ന് പറയുമ്പോൾ 240 rupees വരും എന്ന് തോന്നുന്നു. 240 സംതിങ്. എസെൻസിന്റെ ഷാഡോയുടെ പിഗ്മെന്റേഷൻ ലൈറ്റ് ഭയങ്കരമായിട്ട് ഇത് മങ്ങിച്ച് കളയുന്നു. എന്തായാലും ഞാൻ വിചാരിക്കുന്നത്, അപ്പൊ ഞാൻ ഏത് ഐ ഷാഡോ ഇടണം എന്ന് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ. അപ്പൊ ഫൈനലി ഞാൻ വിചാരിച്ചു ഈ റോസ് പാലറ്റിന്റെ ഈ ഒരു മിഡിൽ ഷെയ്ഡില്ലേ, ഒരു ബേജ് ഷെയ്ഡ്, ഇതിടാന്ന് വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇതായിരിക്കും നല്ലതെന്ന്. അപ്പൊ അത് ഞാൻ ഓൾ ഓവർ ദ ഐലിഡ് ഇടുകയാണ്. അടിപൊളിയാണ് കേട്ടോ. അധികം ഫോളോ ഔട്ട് ഒന്നുമില്ല. വളരെ ക്രീമി ബട്ടറി സ്മൂത്ത് ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഈ മുകളിലത്തെ ഈ മാറ്റ് പിങ്ക് വെച്ചിട്ട് ക്രീസ് ഒന്ന് ഫില്ല് ചെയ്യാം. ഇനി ഒരു ചെറിയ ബ്രഷ് എടുത്തിട്ട് ആ സെയിം ഷെയ്ഡ് തന്നെ ഞാൻ ലോവർ ഐലിഡ്സിലും അപ്ലൈ ചെയ്യാണ്. അപ്പോഴാണ് ഒരു കണ്ടിന്യൂറ്റി തോന്നുന്നത്. അല്ലെങ്കിൽ ഒരു ഹാഫ് കുക്ക്ഡ് ആയിട്ട് പോലെ തോന്നും. ഇതിന് കുറച്ച് ഫോളോ ഔട്ട് ഉണ്ട്. പക്ഷെ ഒരുപാട് ചോക്കി ഒന്നും അല്ല കേട്ടോ. കവർ ഗേളിന്റെ ഒരു
പെർഫെക്റ്റ് പോയിന്റ് പ്ലസ് ലിക്വിഡ് ലൈനർ. ബ്ലാക്ക് ആണ്. ഇങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. സാധാരണ ഒരു മാറ്റ് ഫിനിഷ് ഉള്ള ഐലൈനർ. ഇത് വെച്ചിട്ട് നമുക്ക് അപ്പർ ലിഡ്സ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം. ഞാൻ അധികം ആഡംബരം ഒന്നും ഇല്ലാതെയാണ് സാധാരണ ലൈൻ ചെയ്യുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് സാധാരണ ഒരു ഐലൈനർ എന്ന് എനിക്ക് പറയാനുള്ളൂ. പ്രത്യേകിച്ച് ഞാനൊന്നും അതിൻ്റെ അകത്ത് കണ്ടില്ല. ഇതിന്റെ ടിപ്പൊക്കെ നല്ലതാണ്, ഫെൽറ്റ് ടിപ്പാണ്. മസ്കാര ഞാൻ ഒരുപാടെണ്ണം വാങ്ങിച്ചു. അപ്പോൾ ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് ലോറിയലിന്റെ ടെലിസ്കോപ്പിക് ലിഫ്റ്റ് മസ്കാര. ഈ മസ്കാരയ്ക്ക് മറ്റ് പല പ്രോഡക്ട്സിനെക്കാട്ടി വില കൂടുതലായിരുന്നു. എനിക്കൊന്നൊരു $10 മുകളിലായിരുന്നു ഇതിന്റെ വില. ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇന്ത്യയിൽ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇവിടെ കിട്ടുമോ ഞാൻ നോക്കിയിട്ടില്ല, പക്ഷെ കിട്ടുകയാണെങ്കിൽ തന്നെ ലോറിയൽ മസ്കാര ഈസ് എക്സ്പെൻസീവ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അടിപൊളി കേട്ടോ, റിയലി ഗുഡ്. ഒറ്റ ഒരു ആപ്ലിക്കേഷനിൽ തന്നെ നല്ല വോളിയം തോന്നിക്കുന്നുണ്ട്. ഞാൻ ഇത് കാണിച്ചു തരാം. ഈ ഒരു കണ്ണിൽ അപ്ലൈ ചെയ്തിട്ട് ഞാൻ വ്യത്യാസം കാണിച്ചു തരാം മറ്റേ കണ്ണുമായിട്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ല വ്യത്യാസമുണ്ട്. ഈ ഒരു കണ്ണിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല, ഈ കണ്ണിൽ മാത്രമാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഭയങ്കര വ്യത്യാസം അറിയാനുണ്ട്. അടിപൊളി. ഇതിന്റെ ഹൈപ്പ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ജസ്റ്റിഫൈഡ് ആണ്. അപ്പൊ അങ്ങനെ ഐ പ്രോഡക്ട്സ് എല്ലാം തന്നെ നല്ല പ്രോഡക്ട്സ് ആണ് ഞാൻ വാങ്ങിച്ചത്. ഇനി ഒരുപാട് പ്രോഡക്ട്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. മേബിലിന്റെ ഒരു സ്റ്റുഡിയോ ലൈനർ വാങ്ങിച്ചത് ബ്ലൂ ആണ്. അത് ഇവിടെയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിന്റെ സ്വാച്ച് കാണിച്ചാൽ കാണാമോ? അത്യാവശ്യം നല്ല പിഗ്മെന്റേഷൻ ഉണ്ട്. നല്ലൊരു ബ്ലൂ കളറാണ്. ഇനി അടുത്ത ഫ്ലോപ്പ് പർച്ചേസ് കാണിച്ചു തരാം. എൽഫിന്റെ ഈ ഒരു പട്ടി ബ്ലഷ് മോയി എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഭയങ്കര പെയിൽ ആയിട്ടുള്ള ഒരു പിങ്ക് ആണ്. ലൂമിനസ് വേർഷനിൽ വരുന്നതാണ്. അതുകൊണ്ട് കുറച്ച് തിളക്കമുണ്ട്. ഹൈലൈറ്റർ ഇടേണ്ട ആവശ്യമില്ല ഇതിട്ട് കഴിഞ്ഞാൽ. ഇത് നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിൽ ഇത് ഒട്ടും തന്നെ കാണുന്നില്ല. ചിലപ്പം ഷെയ്ഡിന്റെ പ്രശ്നമായിരിക്കും. പക്ഷെ ഇത് കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചു ഇത് നന്നായിട്ട് തോന്നിക്കുമെന്ന് വിചാരിച്ചു. കണ്ടോ, ഒന്നും കാണാനില്ല. ചെറിയൊരു ഗ്ലോ കൊടുക്കുന്നല്ലാതെ പ്രത്യേകിച്ച് പിഗ്മെന്റേഷൻ ഒന്നും ഇല്ല. ചിലപ്പോൾ ഇത് ഫെയർ സ്കിൻ ആയിട്ടുള്ളവർക്ക് നന്നായിട്ട് വർക്ക് ചെയ്യും, പക്ഷെ എനിക്കിത് വർക്ക് ചെയ്യുന്നില്ല. പ്രോഡക്റ്റിന്റെ കുറ്റമല്ല, ആ ഒരു ഷെയ്ഡ് നമ്മുടെ സ്കിൻ ടോണിൽ കാണാത്ത. പിന്നെ ഏറ്റവും ആഗ്രഹിച്ച് നല്ല വില കൊടുത്ത് ഏറ്റവും ഡിസപ്പോയിന്റിങ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കാണിക്കാം. ഫിസിഷ്യൻ ഫോർമുലയുടെ ഈ ഒരു ബട്ടർ ബ്രോൺസർ. ഇതൊരു മാറ്റ് ബ്രോൺസർ ആണ്. ഇതിന് ഭയങ്കര ഖുഷ്ബു ആണ്, അല്ലെ, എന്താണ് പറയുന്നത്, ഫ്രേഗ്രൻസ് ആണെന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ എനിക്ക് ഈ ഫ്രേഗ്രൻസ് ഇഷ്ടമല്ല. കുക്കീസിന്റെ ഒരു ബട്ടർ കുക്കീസിന്റെ ഒരു സ്മെല്ലില്ലേ, ഒരു ഫ്ലേവർ ആണ്. എനിക്ക് ഈ സ്മെൽ ഒട്ടും ഇഷ്ടമല്ല. ഞാൻ മോൾസിലൊക്കെ പോകുമ്പോൾ തന്നെ ഈ കുക്കി മാൻ്റെ അടുത്തൂടെ ഒക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. കാരണം എനിക്ക് ഈ ഒരു ബിസ്ക്കറ്റി കുക്കീസിന്റെ, ആ ബട്ടർ കുക്കീസിന്റെ ഒന്നും ആ ഒരു അരോമ എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ആ സെയിം അരോമയാണ് ഇതിന്. പോട്ടെ, ഫ്രേഗ്രൻസ് പോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഈ ഒരു ഷെയ്ഡ് ഞാൻ ചൂസ് ചെയ്തത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. കാരണം ഒരുപാട് ഷെയ്ഡ്സ് ഇതിൽ അവൈലബിൾ ആണ്. മാറ്റ് ബ്രോൺസർ വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. പക്ഷെ ഇത് വാങ്ങിച്ചപ്പോഴത്തേനും ഈ ഷെയ്ഡ് എൻ്റെ സ്കിന്നിൽ ഒട്ടും തന്നെ കാണില്ല. അപ്പൊ എനിക്കിതൊരു ബ്രോൺസറിന് പകരം എനിക്ക് തോന്നുന്നു ഒരു ഫേസ് പൗഡർ ആയിട്ട് യൂസ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത്. പാക്കേജിംഗ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ഇതിന്റെ താഴെ വന്നിട്ട് മിറർ ഉണ്ട്. അതേപോലെ ഈ ഒരു സാധനം വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഇതൊരു വലിയ സിലിക്കൺ പോലത്തെ ഒരു സാധനം. ഇത് വെച്ചിട്ട് എങ്ങനെയാണ്? മിറർ കൊള്ളാം, പക്ഷേ ഐ ഡോണ്ട് നോ ഹൗ ടു യൂസ് ദിസ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറയണം കേട്ടോ. എനിക്ക് ഇത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലും ഞാൻ എൻ്റെ കോൺടൂർ ബ്രഷ് എടുത്തിട്ട് ഒരു തവണയെങ്കിലും ഇത് ശരിയാവുമെന്നൊന്ന് നോക്കട്ടെ. കണ്ടോ, ഒന്നും കാണുന്നില്ല. എനിക്കിത് ഫേസ് പൗഡർ ആയിട്ട് യൂസ് ചെയ്യാൻ തോന്നുന്നു. കാരണം എൻ്റെ അതേ സ്കിൻ ടോണിന്റെ പ്രോഡക്റ്റ് ആണ് ഞാൻ ചൂസ് ചെയ്തത്. കുറച്ച് ഡാർക്ക് ആണെങ്കിലേ നമുക്ക് കോൺടൂർ ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും ഇത് കോൺടൂറിങ്ങിന് എന്തായാലും എനിക്ക് പറ്റില്ലത്. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് പരിപാടിയായിട്ടുള്ള ലിപ്സ്റ്റിക് ആണുള്ളത്. പക്ഷെ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ഇടാം, അത് കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക് ഇടാം. ഫൈനൽ സ്റ്റെപ്പായിട്ട് നമുക്ക് ലിപ്സ്റ്റിക് വെക്കാം. ഞാൻ ഇന്നെടുത്തത് ഈ ഒരു ടോപ്പും പാൻസും ആണ്. വെറോമോഡേന്ന് വാങ്ങിച്ച പാൻസിന്റെ കൂടെ ഗ്യാപ്പിന്ന് വാങ്ങിച്ച ഷർട്ടാണ് ഇടുന്നത്. സൂക്കിന്റെ ഒരു സ്ലിംഗ് ബാഗും മാഡൻ ഗേളിന്റെ ചപ്പലുമാണ് ഞാൻ ഇതിന്റെ കൂടെ പെയർ ചെയ്യുന്നത്. അതേപോലെ വാച്ച് കെട്ടുന്നുണ്ട്, ചെറിയൊരു വാങ്കിൾ ഇടുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ആക്സസറീസ് ആണ് ഞാൻ പെയർ ചെയ്യുന്നത്. ഈ ഔട്ട്ഫിറ്റിലെ ടോപ്പും പിന്നെ സാൻഡൽസും മാത്രം ഞാൻ US നിന്ന് വാങ്ങിച്ചാണ്. എൻ്റെ US ഹോൾ വീഡിയോയിൽ പോയി ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും ഡീറ്റെയിൽസ് മനസ്സിലാവും. അപ്പൊ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. ഇനി ഏത് ലിപ്സ്റ്റിക് ഇടണമെന്നുള്ളൊരു കൺഫ്യൂഷൻ തന്നെയാണ് എപ്പോഴും. അപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന ഒരു ബ്രൗൺ കളർ പാൻസ് ആണ്, ഒരു റെഡിഷ് ബ്രൗൺ. അപ്പൊ അതിനനുസരിച്ച് ഒരു റെഡിഷ് ബ്രൗൺ ലിപ്സ്റ്റിക് ഇടാന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ എത്രയൊക്കെ തപ്പിയിട്ടും ഒരു റെഡിഷ്
ബ്രൗൺ, അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന കളർ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ലിപ് ലൈനർ ആൻഡ് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് നമുക്കൊന്ന് ആ കളർ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കെ ബ്യൂട്ടിയുടെ ഫെയിം എന്ന് പറഞ്ഞ ഈ ഒരു ലിപ് ലൈനറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് നല്ലൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ്. അതിൻ്റെ കൂടെ ഒരു ബ്രൗൺ ന്യൂഡ് ഷെയ്ഡ് ആയിട്ടുള്ള എസ്റ്റീ ലോഡറിന്റെ ഈ ഒരു ലിപ്സ്റ്റിക് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സ്കൾപ്റ്റ് മാറ്റ് എന്നാണ് തോന്നുന്നത് ഈ ഒരു റേഞ്ചിന്റെ പേര്. റോ എഡ്ജ് എന്നാണ് ഈ ഒരു ഷെയ്ഡിന്റെ പേര്. ഇത് കുറച്ചൊരു പിങ്ക് ചേർന്ന ബ്രൗൺ ആണ്, ഇത് നല്ലൊരു ഡാർക്ക് ബ്രൗൺ ആണ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ കളർ കറക്റ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം. കുഴപ്പമില്ലാത്തൊരു ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സിന് മാച്ച് ആവും തോന്നുന്നത്. എന്തായാലും നമുക്ക് ഇത് തന്നെ വെച്ചേക്കാം. എന്തായാലും നമുക്ക് ഫുൾ ഔട്ട്ഫിറ്റ് കാണാം, ആക്സസറീസ് പെയർ ചെയ്യാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുൾ ലുക്ക് കാണാം. ഈ ഒരു റോസ് ഗോൾഡ് സ്റ്റഡ്സ് ആണ് ഞാൻ ഇതിന്റെ കൂടെ ഇടുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ക്രാഫ്റ്റ്സ് ലൈനിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്, ഫീനിക്സ് മാർക്കറ്റ് സിറ്റിയിൽ നിന്ന്. ഞാൻ ഇന്നതൊരു കാഷ്വൽ ഔട്ട്ഫിറ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഫോർമൽ വെയർ ആയിട്ട് നമുക്ക് പെയർ ചെയ്യാവുന്നതേ ഉള്ളൂ. സമ്മർ ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ ഡ്രസ്സ് വരുന്നത്, കാരണം നാച്ചുറൽ ഫൈബേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് എല്ലാം തന്നെ. അപ്പോൾ അതായിരുന്നു നമ്മളുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഔട്ട്ഫിറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണം. നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഇതിൽ വരുത്തണമെന്നുണ്ടായിരുന്നെങ്കിൽ അതും മെൻഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ വേറെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കമന്റ് സെക്ഷനിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.